അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ട് 2-3 ദിവസമായി ബാംഗ്ലൂർ എത്തിയിട്ട് ഇന്ന് നിക്കിയുടെ ബർത്ത്ഡേ ആണ്. 4ാമത്തെ ബർത്ത്ഡേ. ഇതുവരെ ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ആദ്യത്തെ ബർത്ത്ഡേ ഒക്കെ കൊറോണയിൽ മുങ്ങിപ്പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ പുതിയ വീടൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുറേ അപ്പാർട്ട്മെൻറ്റ് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമായി. അപ്പോൾ ഇവർക്ക് കുറേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഫ്രണ്ട്സിനെ വെച്ചിട്ടൊരു ചെറിയൊരു ആഘോഷം. അപ്പോൾ ഞങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തു. ഇതാണ് നിക്കിയുടെ ഡ്രസ്സ്. എന്താ നിക്കിയുടെ ഡ്രസ്സിൻ്റെ പേര്? സ്പൈഡർമാൻ. ഇതാണ് കേട്ടോ ഇന്നത്തെ തീം. സ്പൈഡർമാനാണ് ഇന്നത്തെ തീം. ഇവിടെ ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണ് ചെറിയൊരു പാർട്ടി. അപ്പോൾ ഒരു വൈകുന്നേരമാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങാൻ പോവാം കേട്ടോ. ജയൻ്റെ അമ്മ റെഡി ആയിട്ടുണ്ട്. ഇവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിക്കി ബേബി? ഇവിടെ വരൂ. അപ്പോൾ നിക്കിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇവിടുത്തെ ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ 3 ടൈപ്പ് കപ്പാസിറ്റി ഉള്ളതായ ഹോളുണ്ട്. അതിൽ ചെറുതൊന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിലൊന്നും കുറേശ്ശെ തണുപ്പുണ്ടാവുകൊണ്ട് ആൾക്കാർ വന്നിട്ടില്ല. ചെറിയൊരു സ്റ്റാള്. നല്ല ഇവിടുത്തെ ക്ലബ് ഹൗസ് നേരത്തെ കാണിച്ചിട്ടുണ്ട്. എവിടെ അനിക്കേത്? അവിടെ നിൽക്കൂ. ഫോട്ടോ എടുത്തോ? ഗുഡ് ബോയ്. ഇതെന്താ അത്? ആരാ അത്? ഹലോ അറിയൂ? ഹലോ പറയൂ. അവിടെ നിൽക്കൂ. ഇങ്ങോട്ട് തിരിഞ്ഞേക്കൂ. ഗുഡ് ബോയ്. ആകെ സ്പൈഡർമാൻ ആണല്ലോ. ആരുടെ മാരീഡ്? ഹാപ്പി ബർത്ത്ഡേ നിക്കിടെ. ഇവന് പറഞ്ഞ എല്ലാ സ്പൈഡർമാൻ്റെ ആക്ഷനും ഇത് ഇടയ്ക്കിടയ്ക്ക് സ്പൈഡർമാൻ്റെ ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാനവിടെ എൻ്റെ കൂടെ ഗുസ്തി പിടിക്കില്ല. സ്പൈഡർ തലക്കിട്ടടിക്കലും എല്ലാം. എപ്പോൾ നോക്കിയാലും ചാട്ടവും നോട്ടവും എല്ലാം അതേ മോഡലും. അപ്പോൾ മൂപ്പരിങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചു കൊണ്ടിരിക്കുക. കുട്ടികൾ വരുന്നേ ഉള്ളൂ ആൾക്കാരൊക്കെ. കാരണം സമയമായിട്ടില്ല. 6 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരായി വരുന്നേ ഉള്ളൂ. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അറേഞ്ച് ചെയ്യണം. അടുത്ത് തന്നെ ഉള്ളൊരു കാറ്ററിംഗ് ആണ്. നല്ല ഇത് മുന്നേ ഇവിടെ ഹൗസ് വാമിങ്ങിന് ഇവർ തന്നെയായിരുന്നു. നല്ല ഫുഡാണ് അവർ. അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഓരോരോ ഫാമിലി എത്തിക്കൊണ്ടിരിക്കുന്നു. വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ റെഡിയായി. ഇവിടെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓണാഘോഷത്തിന് കുറേ ഫ്രണ്ട്സ് ഇവർ വന്നിട്ട് ഇപ്പോൾ 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. 1 വർഷം ആയിട്ടില്ല. എല്ലാവരും അതെ അപ്പോഴാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഈ കോംപ്ലക്സിൽ. ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും ഫുള്ളൊന്നും അല്ല. ഇനിയുണ്ട് കുറേ മലയാളികളുണ്ട് കേട്ടോ. ഇവരുടെ നല്ല പരിചയമുള്ളവരെ ഏറ്റവും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടി നടത്താറുണ്ട്. അപ്പോൾ കേക്കൊക്കെ എത്തി. അതിൻ്റെ മുകളിലും സ്പൈഡർമാൻ തന്നെ കേക്കിൻ്റെ മുകളിൽ. എല്ലാ സ്പൈഡർമാൻ. കാരണം അവർ ഭയങ്കര അതാണ് ജയൻ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ടിയുള്ള പരിപാടിയാണ്.
മറ്റാളെത്തി നിക്കി ബേബി സ്പൈഡർമാനെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അവർക്കൊരു എൻജോയ്മെൻ്റായി. ഇതിൽ ഏജുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കാരണം അവർ പാരൻസ് ക്ഷണിക്കുമ്പോൾ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അധികം ആൾക്കാർ പാരൻസ് ഉണ്ട് ഇവിടെ കുട്ടികളെ നോക്കാൻ. അല്ലാതെ രണ്ടുപേരും ജോലി ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ അധികം പാരൻസ് ഉണ്ട്. ഞങ്ങളൊരു സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ മറ്റേ ചെയർ മ്യൂസിക്കൽ ചെയറിൻ്റെ ഇതൊക്കെ ഗീതുവിൻ്റെ ഫ്രണ്ട് ഓർഗനൈസ് ചെയ്തതാണ്. ഫ്രണ്ട്സ് ഇവർക്കൊന്നും അറിയാമെന്നില്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് തന്നെ. കുട്ടികൾക്ക് ഒരു രസത്തിന് വേണ്ടി കുറേ കുട്ടികളുണ്ടല്ലോ. ഇതിൽ പിന്നെ എന്താ വെച്ചാൽ തോറ്റാലും ജയിച്ചാലും നിരാശപ്പെടാനൊന്നുമില്ല. എല്ലാവർക്കും ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ ഔട്ടായി അവർക്ക് ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ പിന്നെ ഇതിൽ ആർക്കും കുട്ടികൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ബെല്ലുവിൻ്റെ സുന്ദരിക്ക് പൊട്ടുകുത്തുക. ഈ ചിത്രം വരച്ച അവളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. എല്ലാം അവരെ അറേഞ്ച് ചെയ്ത. അപ്പോൾ പൊട്ടുകുത്തൽ എവിടെയെന്ന് അറിയില്ല.
ഓ ഏതാണ്ട് തലയായി പോയി എന്ന് മാത്രം. എന്നാലും കുറേ ഒരു അടുത്തെത്തിയിട്ട് സെക്ഷൻ വെജിറ്റേറിയൻ സെക്ഷൻ എന്നുണ്ടെങ്കിൽ എന്താ വേറെ വെച്ച് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ മാത്രമുള്ളവരുണ്ട് കുറച്ച് ഫാമിലീസ്. അവർക്ക് രണ്ടും കൂടി മിക്സ് ആക്കി വെച്ചിട്ടില്ല. നോൺ വെജിറ്റേറിയൻ എടുക്കുന്നവർക്കും ഇതും എടുക്കാം, അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ ഇവർ വേറെ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രം. ഇവരെ നല്ല ഫുഡാണ് കഴിക്കുന്നവരൊക്കെ അഭിപ്രായം. വൈറ്റ് റൈസ് കഴിക്കുന്നവരുണ്ട്, രാത്രി രസം, പിന്നെ ചെറിയ ഡെസേർട്ട് ഉണ്ട്. കേക്ക് കൊടുത്തില്ല, അത് ലാസ്റ്റിൽ കട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ. സലാഡുകൾ, നോൺ വെജിറ്റേറിയൻ സെക്ഷനാണ്. ആൾക്കാരൊക്കെ കുറേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാരണം ടൈം 8:30 മണി കഴിഞ്ഞു. ഇനി വെയിറ്റ് ചെയ്തിരിക്കണ്ട. ഇനിയിപ്പോൾ തിരക്ക് കൂടുന്ന വെച്ചാൽ എല്ലാവരും ഇഷ്ടമുള്ളവർക്ക് വന്നിട്ട് നല്ല ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഫോട്ടോസ്. പിള്ളേർ ചിലവർ കഴിക്കുന്നു, ചില ആൾക്കാർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും വിശപ്പുള്ളവർക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ. ഇത് എല്ലാവരും നല്ല ഫുഡാണെന്നാണ്, നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കഴിച്ചു കഴിഞ്ഞവർ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. റഷ് ഉണ്ട്, ഇപ്പം ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു. തിരക്ക് കുറഞ്ഞു, എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി. കാരണം നേരം 10 മണിയൊക്കെ ആയി. അത് ബലൂണുകളൊക്കെ കുത്തിപ്പൊട്ടിക്കുന്നു. എല്ലാവരും ഏതാണ്ട് യാത്ര പറഞ്ഞു. കുറച്ച് മാത്രമേ ഇനി കുട്ടികളുള്ളൂ. അങ്ങനെ ഇപ്പോൾ 10:30 മണിയായിട്ടോ. എല്ലാവരും പോയി. അടിപൊളിയായിരുന്നു ഫങ്ഷനൊക്കെ. എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ എന്തായാലും അടിപൊളിയായി. കുറേ കാലമായി വിചാരിക്കണം അവൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം എന്ന്. എന്താ വെച്ചാൽ 2-3 വർഷമായിട്ട് ഒന്നും നടന്നിരുന്നില്ല. അപ്പോൾ എല്ലാവരും വന്നു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. നല്ല കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു ഗീതു? എല്ലാവരും ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവാണ്. എനിക്കൊക്കെ വണ്ടിയിലേക്ക് കയറാൻ പോയി തോന്നുന്നു. അപ്പോൾ ആരുമില്ല. രാത്രി 10:30 മണിയായില്ലേ. ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. വണ്ടിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ രാത്രി അങ്ങോട്ട് നടക്കട്ടെ എന്ന് വെച്ചിട്ട്. നിക്കി എവിടെ? നിക്കി ബേബി എൻ്റെ അകത്തുണ്ടോ? ആയ്, എന്താ മാധവ്? നിക്കി ബേബി പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, നിൽക്കുകയാണല്ലോ. ഉള്ളിൽ കയറിയാ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ തിരിച്ചെത്തി. അത് അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പൊളിക്കുന്നുണ്ടാവില്ല അതൊന്നും. ഓക്കെ.